കോപ്പ അമേരിക്കയിൽ അർജന്റീന ക്വാർട്ടറിൽ കടന്നു. എതിരില്ലാത്ത ഒരു ഗോളിന് ചിലിയെ തോൽപ്പിച്ചു. 88-ാം മിനിറ്റിൽ ലൗട്ടറോ മാർട്ടിനസാണ് ഗോൾ നേടിയത്. കായിക കാര്യങ്ങളിൽ എന്നേക്കാളും അത്യാവശ്യം വിവരമുള്ള അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേർന്നു. അനിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. അങ്ങനെ രണ്ടാം ജയത്തോടെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കോപ്പ അമേരിക്കയുടെ ഈ പുതിയ എഡിഷനിൽ ക്വാർട്ടറിൽ കടന്നിരിക്കുകയാണ്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അർജന്റീനയുടെ ജയം, ഈ ചിലയ്ക്കെതിരായ ജയം. 88-ാം മിനിറ്റിൽ ലൗട്ടോറോ മാർട്ടിനസ് ആണ് ഈ ഗോൾ നേടിയത്. ആദ്യ പകുതിയിലും രണ്ടാം പകുതിയുടെ ഭൂരിഭാഗം സമയത്തും ഒക്കെ തന്നെ അർജന്റീന നിരന്തരം ആക്രമിച്ച് കളിച്ചെങ്കിൽ പോലും ഒരു ഗോളിലേക്ക് എത്താൻ 88-ാം മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു. 22 ഷോട്ടുകളാണ് ചിലെ പോസ്റ്റിലേക്ക് ഉതിർത്തത്. അവരുടെ വെറ്ററൻ ഗോൾ കീപ്പർ ക്ലോഡിയോ ബ്രാവോ വലിയ പോരാട്ടമാണ് നടത്തിയത്. പക്ഷേ 88-ാം മിനിറ്റിൽ അദ്ദേഹം കീഴടങ്ങി. ലിയോണൽ മെസ്സി എടുത്ത ഒരു കോർണർ കിക്കിൽ നിന്നായിരുന്നു ഈ ഗോളിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ ആ ഗോൾ വന്ന വഴി അങ്ങനെയായിരുന്നു. പല രീതിയിൽ തട്ടിത്തെറിച്ച് വന്ന പന്ത് ഒടുവിൽ ലൗട്ടോറോ മാർട്ടിനസ് കൃത്യമായി വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ബോൾ പൊസഷനിലും അല്ലെങ്കിൽ ഷോട്ടുകളുടെ കാര്യത്തിലും ഓൺ ടാർഗറ്റുകളുടെ കാര്യത്തിലും ഒക്കെ തന്നെ അർജന്റീന മുന്നിലായിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ ഈ ക്ലോഡിയോ ബ്രാവോയുടെ വലിയ മികവ് തന്നെയാണ് വലിയ ഗോൾ ശരാശരിയിൽ തോൽക്കാത്തതിൻ്റെ ഒരു കാരണം. എന്തായാലും അർജന്റീന ക്വാർട്ടറിലേക്ക് മുന്നേറി കഴിഞ്ഞു. അതേസമയം മുൻ ചാമ്പ്യന്മാരായ ചിലെ ഇപ്പോൾ അവരുടെ ക്വാർട്ടർ യോഗ്യത ആശങ്കയിലായിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങി, ഇപ്പോൾ തോൽവി വഴങ്ങി. അങ്ങനെ ഒറ്റ പോയിന്റുമായി അവർ 3-ാം സ്ഥാനത്താണ്. അടുത്ത മത്സരത്തിൽ കാനഡയെ തോൽപ്പിച്ചാൽ മാത്രമാണ് അവർക്ക് ക്വാർട്ടറിലേക്ക് മുന്നേറാൻ സാധിക്കുക. കാനഡ അതേസമയം പെറുവിനെ തോൽപ്പിച്ച നിലവിൽ 2-ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഈ കോപ്പ എഡീഷനിൽ പുതിയ എഡീഷനിൽ അങ്ങനെ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി മാറിയിരിക്കുകയാണ് അർജന്റീന.